ഹേയ് ഓൾ, പ്രോ റെസ്ലിംഗ് ലോകത്തെ ബ്രേക്കിംഗ് ന്യൂസുമായിട്ട് സ്വാഗതം. ഇപ്പോൾ കിട്ടിയ വാർത്ത, റെസിൽമേനിയയ്ക്ക് ശേഷമുള്ള ആനുവൽ റിലീസസ് നടന്നുകൊണ്ടിരിക്കുന്നു. ആസ് ഓഫ് നൗ കൺഫേംഡ് ആയിട്ടുള്ള 6 റിലീസസ് ഇതൊക്കെയാണ്: അങ്കിൾ ഹൗഡി, നിക്കി ക്രോസ്, ജോ ഗേസി, സോയി സ്റ്റാർക്ക്, ആൽബ ഫയർ, ആൻഡ്രെ ചേസ്. നമുക്കെല്ലാവർക്കും അറിയാം, വൈറ്റ് സിക്സ് എന്ന ഫാക്ഷനിലെ 3 പേരെയാണ് അവർ റിലീസ് ചെയ്തിരിക്കുന്നത്: അങ്കിൾ ഹൗഡി, നിക്കി ക്രോസ്, ജോ ഗേസി. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല അവർ പോകുന്നു. കാരണം റെസിൽമേനിയയ്ക്ക് മുമ്പ് വരെയും അവർ സ്റ്റോറി ലൈനിലെല്ലാം പാർട്ടായിരുന്നു. അത് ആക്റ്റീവ് ആയിരുന്നു. പ്രത്യേകിച്ച് ബോഡാലസിന്റെ റിലീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇത് പറഞ്ഞാല് അതെ, ബോഡാലസ് ആണ് ഇപ്പം അങ്കിൾ ഹൗഡി. അപ്പം ആ ഒരു ക്യാരക്ടർ വെച്ച് ഞാൻ പ്രതീക്ഷിച്ചത് ബോഡാലസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. എനിക്ക് തോന്നുന്നത് കണക്ട് ആകുന്നില്ലായിരുന്നു ക്രൗഡുമായിട്ട്. അതൊക്കെ കാരണമായിരിക്കാം. കോസ്റ്റ് കട്ടാണ് മെയിനായിട്ട് പറയുന്നത്. കൂടുതൽ റിലീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അതെ, ഇത് എല്ലാ വർഷവും ആനുവലി ഇപ്പം നടക്കുന്ന ഒരു ആചാരം പോലെയാണ്, ഒരു ട്രഡീഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഡബ്ല്യുഡബ്ല്യുയുടെ റിലീസസ് റെസ്ൽമേനിയ കഴിഞ്ഞ പുറകെ. അപ്പം ഇതിനകത്ത് ആരൊക്കെ പോകുന്നോ ഒന്നും നമുക്കിപ്പോഴും അറിയത്തില്ല. ഇപ്പോഴത്തെ ഒരു സ്റ്റോറി ലൈൻ വെച്ച് നമുക്ക് അറിയത്തില്ല എങ്ങനെ ഇത് അവർ ഡീൽ ചെയ്യാൻ പോകുന്നത്. എന്നാലും വേറെ 2 പേര്, വൈറ്റ് സിക്സിനകത്ത് 3 പേരുടെ കൂടെ പോയ ഒരു 3 പേരെന്ന് പറയുന്നത് സോയി സ്റ്റാർക്ക് ആക്ച്വലി ഇപ്പം സൈഡ് ലൈനിലാണ്, ഇഞ്ചേർഡ് ആയിട്ട് കംബാക്കിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓൾമോസ്റ്റ് റെഡിയാ. സോയി സ്റ്റാർക്ക് റിലീസാവുന്ന ആരും പ്രതീക്ഷിച്ചില്ല. നല്ലൊരു വർക്കറായിരുന്നു. അതുപോലെ തന്നെ ആൽബ ഫയർ എന്ന് പറയുമ്പോൾ NXT UK കണ്ടിട്ടുള്ളവർക്കറിയാം. ആ സമയത്തെ കെയ്ലി റേ വൺ ഓഫ് ദി ബെസ്റ്റ് റെസ്ലേഴ്സാണ്. പുള്ളിക്കാരിയെ റിലീസ് ചെയ്തിട്ടുണ്ട്. ചെൽസി ഗ്രീൻ്റെ കൂടെ നല്ലൊരു ഫാക്ഷൻ എന്ന് പറയാം. നല്ലൊരു പൊക്കൊണ്ടിരുന്ന. അതെ, അധികവും ആൽബയുടെ പെർഫോമൻസ് നമുക്ക് മെയിൻ റോസ്റ്ററിൽ കാണാൻ പറ്റിയില്ല. NXT ഫോളോ ചെയ്യുന്നവർക്കറിയാം, നല്ല രീതിയിൽ തന്നെ ആൽബ പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പറയാൻ ഇതാണ്, ജോഗീസ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പെർഫോമർ തന്നെയാണ്. NXT ഡേയ്സിൽ നമുക്കൊരു കെവിൻ ഓവൻസിന്റെ ഒരു സെറ്റപ്പാണ് ജോഗേസി. അതെ, ജോഗേസി. ഇപ്പം ആ കൂടെ തന്നെ ആൻഡ്രെ ചേസ്. നമുക്ക് NXT കണ്ടിട്ടുള്ളവർക്കറിയാം, ചേസ് യൂണിവേഴ്സിറ്റിയുടെ ലീഡറായിരുന്ന ആൻഡ്രെ ചേസിനെ റിലീസ് ചെയ്തിരിക്കുന്നു. അത് എന്നാ പറയുന്നത്, നമ്മൾ പ്രതീക്ഷിച്ചതാണോ? യൂണിവേഴ്സിറ്റിയും ചേസ് യു ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നുമായിരുന്നു. ഇപ്പൊ നമുക്കറിയായിരുന്നു എന്നേലും ഒരു സംഗതി നടക്കുമെന്ന് അറിയായിരുന്നു. അധികം പോകില്ലെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ സ്മാക്ക് ഡൗൺ നടക്കാൻ പോകുന്നു. നമുക്കറിയാം, മോർ റിലീസസ് വിൽ ബി ഹാപ്പനിങ്, ഐ ഗെസ്. ബാക്ക് സ്റ്റേജ് ആൾക്കാരെയൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അത് വരുന്ന മണിക്കൂറുകൾ നമുക്ക് അറിയാൻ പറ്റും ആരെയൊക്കെയാണ് അവർ ഫുള്ളി റിലീസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള. ആ ലിസ്റ്റ് പുറത്ത് വരുന്നതേ ഉള്ളൂ. എനിവേസ്, അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.